ഗിയർ വയറിന്റെ സൈസ് എത്ര, ഗിയർ വയർ എവിടുന്നാണ് വാങ്ങുന്നത്, ഗിയർ വയറിന്റെ സൈസിൽ മില്ലിമീറ്റർ സൈസ് ഏതാണ്, ഗിയർ വയറിന് ഏതൊക്കെ സൈസിൽ ഏതൊക്കെ മോഡലുണ്ട്, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ഗിയർ വയർ കണ്ടോ, ഇങ്ങനൊന്നും ചെയ്താൽ ഒന്നും ആവത്തില്ല. കണ്ടോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. കണ്ടോ ഗിയർ വയർ ഏതാണ്, എങ്ങനെയാണ് വാങ്ങുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് ഉണ്ടായിരുന്നു. ഒരു ജ്വല്ലറി മേക്കിംഗ് കിറ്റും അതേപോലെ തന്നെ ഞാൻ റോ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെയാണ് വാങ്ങുന്നത് അങ്ങനെ റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു. അപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോസ് ഇടുമ്പം ഞാൻ ആ വീഡിയോസിൽ ഓൾറെഡി പറയുന്നുണ്ട് ഞാൻ ഏത് ഗിയർ വയർ ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഗിയർ വയർ എങ്ങനെയാണ് വാങ്ങുന്നത്. നമുക്കതൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം ഞാനാണെങ്കിലും ആദ്യമായിട്ട് ഇത് വാങ്ങാൻ ചെന്നപ്പോ എനിക്കും പറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മിസ്റ്റേക്സ്. ഈ ഒരു ജ്വല്ലറി മേക്കിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരത് കാരണം ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇവർ കടയിൽ പോയി വാങ്ങുമ്പം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരരുത് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അത് ഓൾറെഡി ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ജ്വല്ലറി മേക്കിംഗ് വീഡിയോസിലും ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഗിയർ വയർ ഏതാണ്, എങ്ങനെയാണ് വാങ്ങുന്നത്. അപ്പൊ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഞാൻ വാങ്ങുന്ന ഗിയർ വയറിന്റെ സൈസ് ഏതാണ്. സ്റ്റിൽ എനിക്ക് ഇന്നും വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. ഇന്നും എനിക്ക് 2 കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി അത് ചിലപ്പം ഞാൻ പറഞ്ഞു തന്ന ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കൺവേ ചെയ്ത് തന്ന ചിലപ്പോൾ മനസ്സിലാവത്തില്ല ആ ഒരു വീഡിയോയിൽ. അപ്പൊ ഞാൻ കരുതി അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് കരുതി. കാരണം നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. ഒന്നാമത്തെ കാര്യം, ഗിയർ വയർ എന്റെ അറിവിൽ ഗിയർ വയറിന് ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഗിയർ വയറിന് പ്രത്യേകിച്ച് സൈസുകളൊന്നും ഇല്ല. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഗിയർ വയറിന്റെ സൈസ് എത്ര, ഗിയർ വയർ എവിടുന്നാണ് വാങ്ങുന്നത്, ഗിയർ വയറിന്റെ സൈസ് എത്ര, ഗിയർ വയറിന്റെ സൈസിൽ മില്ലിമീറ്റർ സൈസ് ഏതാണ്, ഗിയർ വയറിന് ഏതൊക്കെ സൈസിൽ ഏതൊക്കെ മോഡലിലുണ്ട്, അങ്ങനെ പല കമന്റ്സുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു. കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഗിയർ വയറിന്റെ സൈസ് എത്ര, ഗിയർ വയർ എവിടുന്നാണ് വാങ്ങുന്നത്, ഗിയർ വയറിന്റെ സൈസ് എത്ര, ഗിയർ വയറിന്റെ സൈസിൽ മില്ലിമീറ്റർ സൈസ് ഏതാണ്, ഗിയർ വയറിന് ഏതൊക്കെ സൈസിൽ ഏതൊക്കെ മോഡലിലുണ്ട്, അങ്ങനെ പല കമന്റ്സുകൾ എനിക്ക് വരുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ മേടിച്ചു വെച്ചിടത്തോളം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഗിയർ വയറിന് പ്രത്യേകിച്ച് സൈസുകൾ ഒന്നുമില്ല. ഞാൻ ഇൻവിസിബിൾ ചെയിൻ ചെയ്യാൻ പറയുന്ന ഇതാണേ. അപ്പം ഗിയർ വയറിന് സൈസുകൾ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റുന്നത് ഗേജ് വയർ ആയിരിക്കും. അപ്പൊ ഈ ഗേജ് വയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഗിയർ വയർ പോലെ ഇരിക്കും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പികളില്ലേ, കമ്പി പോലെ ഇരിക്കും. ഇങ്ങനെ ചുരുട്ടിക്കഴിഞ്ഞാൽ സാധനം എന്റെ കയ്യിൽ ഗേജ് വയർ ഇല്ല, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗിയർ വയറിന്റെ ആ ഒരു ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ആയിരിക്കും ഗിയർ വയർ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇങ്ങനെ ആയിരിക്കും എന്റെ ബാക്ക് വരുന്നത്. ഫ്രണ്ട് വരുന്നത് ഇങ്ങനെ, ബാക്ക് വരുന്നത്. ഇതിനകത്ത് ഒരിടത്തും സൈസ് എഴുതത്തില്ല. എന്റെ കയ്യിലിരിക്കുന്ന ഗിയർ വയർ ഇത് 3 എന്റെ കയ്യിലിരിക്കുന്ന ഗിയർ വയർ ആണ്. ഇതിൽ ഒരിടത്തും സൈസ് ഇല്ല. ഇതതിന്റെ സിൽവർ, ഇതതിന്റെ ഗോൾഡ്, ഇത് അതിന്റെ കോപ്പർ. അപ്പൊ ഞാൻ 3 കളറാണ് എടുത്തിരിക്കുന്നത്. ഇതിലൊന്നിനും സൈസ് ഇല്ല. ഏതാണ്ട് എന്റെ ഈ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഈ ഒരു സൈസിലായിരിക്കും ഗിയർ വയർ നമുക്ക് കിട്ടുന്നത്. അപ്പം ഗിയർ വയറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ ഗിയർ വയർ എടുത്തിട്ട് മടക്കുന്ന, ഞാൻ ഈ ഗിയർ വയർ എടുത്ത് മടക്കി പിടിച്ചിട്ട് 3 വരുന്നത് കണ്ടോ, ഇങ്ങനെ 3 വരും. ആക്ച്വലി ഇത് വയറാണ്, ഗിയർ വയർ എന്ന് പറഞ്ഞാൽ അതൊരു വയറാ. ഈ ഗിയർ വയർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു തിൻ വയർ കോട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് കുഞ്ഞി കമ്പികൾ പോലെ നമ്മൾ ഈ സാധാരണ വയറുണ്ടല്ലോ, ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ വയറുകൾ ഉണ്ടല്ലോ, അപ്പൊ ആ വയർ നമ്മളിങ്ങനെ പുറത്തൊരു കോട്ടഡ് എന്തായിരിക്കും, ഒരു കളർ കോട്ടഡ് പോലെ ഒരു റബ്ബർ പോലാണോ ഒരു ഇത് കാണും. അതിനുള്ളിൽ ഇങ്ങനെ കുറെ കമ്പികൾ പോലെ തന്നെ ഇതിനകത്ത് മൈന്യൂട്ടായിട്ട് കമ്പികളാണ്. അതുകൊണ്ട് ഇത് വളയത്തില്ല. അപ്പൊ ഗിയർ വയർ ഒരിക്കലും വളയത്തില്ല. ഇതൊരു കോപ്പർ കോട്ടഡ് സാധനമാണ്. ഇത് നമുക്ക് മാല ഉണ്ടാക്കാനായിട്ടാണ് കൂടുതലും നമ്മൾ ഈ ഇൻവിസിബിൾ ചെയിൻ മാലകൾ കൊരുക്കാനാണ്. ഇത് നോർമൽ മാലകൾ കൊരുക്കാനും എടുക്കും, ബട്ട് റെയർ ആണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഗിയർ വയർ യൂസ് ചെയ്യുന്നത്.
ഇനി ഗേജ് വയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പൊ ഈ ഗേജ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയ വലിപ്പമല്ല, ഇതിനെ കാട്ടിലും കുഞ്ഞ് സൈസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ നമ്മൾ മറ്റേ ഇതൊക്കെ കൈച്ചെയിനൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു സൈസ് ആയിരിക്കും ഗേജ് വയർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇതേപോലെ സൈസ് എഴുതിയിരിക്കും 0.3, 0.2, 0.1 എന്ന് പറഞ്ഞിട്ട് ഗേജ് വയറിന് സൈസ് എഴുതും. അതാണ് ഇത്രയേ അതിന്റെ സൈസ് കാണത്തുള്ളൂ. കണ്ടോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്, കണ്ടോ, ഇതായിരിക്കും ഗിയർ വയറിന്റെ സൈസിലുള്ള പാക്കിങ് വരുന്നത്. ഇതാണ് നമ്മുടെ ഗേജ് വയറിന്റെ സൈസിലുള്ള പാക്കിങ് വരുന്നത്. സോ നിങ്ങൾ കടകളിൽ ചെല്ലുമ്പം ചിലര് നിങ്ങൾക്ക് എന്തായിരിക്കും, ഇപ്പൊ ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം ചെന്നിട്ട് ഞാൻ ഗിയർ വയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഗേജ് വയർ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കി ഇതേപോലെ പല പല വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പൊ ഞാൻ പോയി എടുത്തിട്ട് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി, കാരണം ഈ ഒരു ഗിയർ വയറിനൊരു പ്രത്യേക ഒരു എന്തായിരിക്കും അതിന്റെ ഒരു കോട്ടിങ്, ഞാൻ പറഞ്ഞില്ലേ ഒരു കോപ്പർ കോട്ടിങ് ആയതുകൊണ്ട് തന്നെ അത് കാണാൻ ഒരു ഭംഗിയുള്ള സാധനമാണ്. മറ്റേ ഗേജ് വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഒരു ഗോൾഡ് കളറിലുള്ള ഒരു കമ്പി ഇങ്ങനെ അടുക്കി വെച്ചേക്കുക, അത് ഇങ്ങനെ വളച്ചാ വളയും, നൂത്താം നൂരും ഒടിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഗിയർ വയറും ഗേജ് വയറും രണ്ടാണ്. ഗിയർ വയറിന് പ്രത്യേകിച്ച് സൈസുകളൊന്നും ഇൻവിസിബിൾ ചെയിൻ മാല ചെയ്യാനായിട്ടില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള ഇതേ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങുന്നതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിരിക്കാം. ഞാൻ വാങ്ങിയിട്ടുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോൺ വഴിയാണ്. അതിന്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 170 അത്രേ, 200-നകത്താണ്. അതൊരു സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അതവിടെ ഷെയർ ചെയ്തിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഗേജ് വയറും ഗിയർ വയറും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. കാരണം ഞാനിതിപ്പോ ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, എനിക്ക് കുറെ മെസ്സേജസ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിപ്പം ഞാൻ ഇനി തുടർന്നുള്ള വീഡിയോ ഇടുമ്പോഴും ചിലപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരുമ്പോൾ ഇങ്ങനൊരു വീഡിയോ എന്റേത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആവും. അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇൻവിസിബിൾ ചെയിൻ ജ്വല്ലറി മേക്കിങ്ങിന്റെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഞാൻ കാണുന്ന കമന്റ്സുകൾക്കെല്ലാം തന്നെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്കറിയാവുന്നതെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്, തുടർന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ പയ്യെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അഗെയിൻ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണല്ലോ അങ്ങനെ ഒരു വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ഇടുന്നത്. അപ്പൊ എനിക്ക് കുറെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളുടെ ഈ ഒരു ഡൗട്ട്, ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്രയുള്ള ഗിയർ വയറും അതുപോലെ തന്നെ ഗേജ് വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റരുത്. ഇപ്പോഴും ഞാൻ എടുത്തൊന്നും കൂടെ പറയാണ്, ഗിയർ വയറിന് പ്രത്യേകിച്ച് സൈസുകളൊന്നുമില്ല. സോ നിങ്ങൾ പോയി കടയിൽ ചെന്ന് പറയുമ്പം ചിലപ്പം അവർക്ക് ചില സ്റ്റാഫുകൾക്ക് അത് മനസ്സിലാവൂല. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഓൾറെഡി ഒരു കട ഇതേപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിന്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഫാൻസി സ്റ്റോറിൽ തന്നെ ചെന്ന് ഞാൻ മേടിച്ചതാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് അത് അറിയില്ല. അവസാനം ഞാൻ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു, ഗിയർ വയറും ഗേജ് വയറും രണ്ടാണ്, നിങ്ങൾ എനിക്ക് എടുത്തു തന്നത് ഗേജ് വയർ ആണ്, സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇതാണെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കുറെ കൂടെ മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. അപ്പം ഇത് നിങ്ങൾക്കൊരു ഏകദേശം ക്ലാരിറ്റി വന്നെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാ കണ്ടില്ലേ, ഗിയർ വയർ ഇങ്ങനെ ഇരിക്കും. ഇതാണ്ടേ, ഇത് കണ്ടോ, ഇങ്ങനൊന്നും ചെയ്താലൊന്നും ആവത്തില്ല. ആ സമയത്ത് നമ്മൾ മറ്റേ ഗേജ് വയർ നമ്മൾ ഇങ്ങനെ ഞണിക്കുക, ഇങ്ങനെ ഞണങ്ങി തന്നെ ഇരിക്കും. ഇങ്ങനെ തിരിച്ചു വെച്ച് തന്നെ ഇരിക്കും. അപ്പം അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. അതും മാല കുരുക്കാൻ എടുക്കും. ഗേജ് വയർ എന്ന് പറയുമ്പം മടക്കി ഒതുക്കി അത് കെട്ടി മുറുക്കി വലിച്ചു വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഗേജ് വയർ യൂസ് ചെയ്യുന്നത്. ഗിയർ വയർ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ മാല, നമ്മൾ നോർമലി ചെയ്യുന്ന മാലയില്ലേ, അപ്പൊ ആ ഒരു മാല ചെയ്യുന്നതായിരിക്കും ഗിയർ വയറിന് വരുന്നത്. അപ്പൊ ഡിഫറൻസ് നോക്കി തന്നെ നിങ്ങൾ സാധനം മേടിക്കുക. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കാം.
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുപോലെ വരുവാണെങ്കിൽ, കോമൺ ഡൗട്ട്സ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.